കൈക്കൂലി കേസിൽ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്നത് വൈകും. പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നടപടി സ്വീകരിക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചു. കൊച്ചി സോണൽ ഓഫീസിനോട് ഇ.ഡി. ഡയറക്ടർ റിപ്പോർട്ട് തേടി. കേസിലെ പ്രതി മുരളി മുകേഷ് പ്രധാന ഹവാല ഇടപാടുകാരനാണെന്ന വിവരം വിജിലൻസിന് ലഭിച്ചു. രണ്ടാം പ്രതി വിൽസണിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വൻതുകയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തി. കേസിൽ പിടിയിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിന് ഇ.ഡി. ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടെന്നും കണ്ടെത്തൽ. ഇ.ഡിയുടെ ഫെമ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് രഞ്ജിത്തായിരുന്നു. സിജോ വിജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ആഭ്യന്തര അന്വേഷണം ഇ.ഡി. പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ചോദ്യം ചെയ്യുന്നത് വൈകുമെന്ന വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. കേസിന്റെ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇനി ഏത് രീതിയിലായിരിക്കും അന്വേഷണം? ഈ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് വിജിലൻസിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടപാടിൽ പ്രധാനിയായിട്ടുള്ളത് ഇന്നലെ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്താണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ രഞ്ജിത്ത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഫെമ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇയാൾക്ക് ഉന്നത ഇ.ഡി. ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധമുണ്ട്. ഈ ബന്ധം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയെന്നുള്ള ഒരു വിവരമാണ് വിജിലൻസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 3 പേര്, രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ വിൽസൺ, മുകേഷ്, ഇത് 3 പേരും വിജിലൻസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇവിടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു പ്രതീക്ഷയാണ് വിജിലൻസ് സംഘത്തിന് ഉള്ളത്. എന്തായാലും തുടർ നടപടികളിലേക്ക് വിജിലൻസ് കടക്കുമ്പോഴും വെല്ലുവിളികൾ ഏറെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേസിൽ 1-ാം പ്രതിയാക്കി ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെയാണ് പ്രതിയേർത്തിരിക്കുന്നത്. ഇയാളിലോട്ട് നേരിട്ട് എത്തുന്നതിനുള്ള ഇതുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ പരാതിക്കാരൻ നൽകിയിരിക്കുന്ന മൊഴി മാത്രമാണ് മുന്നിലുള്ളത്. ഇനി ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുക, അതോടൊപ്പം തന്നെ ഇയാളുടെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കുക, അങ്ങനെ ഈ സാമ്പത്തിക ഇടപാടുകൾ ശേഖറിന്റെ പങ്ക് തെളിയിക്കുന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാവുന്നതാണ് പ്രതീക്ഷയാണുള്ളത്. അതിനുശേഷം മാത്രം ശേഖറിനെ ചോദ്യം ചെയ്താൽ മതിയെന്ന നിലപാടിലാണ് ഉള്ളത്. ഇതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ ആളുകളുടെ പങ്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇവർ ഇന്നലെ അറസ്റ്റിലായിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ എത്തിയത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. വിൽസന്റെ അക്കൗണ്ടിലേക്ക് അയാളൊരു ഹവാല ഇടപാടുകാരനാണ്. 2 വർഷം മുന്നെയാണ് കൊച്ചിയിലെത്തിയത് എന്നുള്ള ഒരു വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുകേഷും ഈ പറയുന്നത് പോലെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിരുന്നുള്ള കാര്യം പറയുന്നു. ഇയാൾക്ക് ഈ ലാൻഡ് കച്ചവടം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് അക്കൗണ്ടിൽ പണം വന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ വിജിലൻസ് സംഘം തയ്യാറായിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടു എന്നുള്ളതാണ്. ഈ ഇ.ഡി. ഡയറക്ടർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അഡീഷണൽ ഡയറക്ടറോടാണ് സംശയങ്ങൾ തേടിയിരിക്കുന്നത്. അവർ പ്രധാനമായും പരിശോധിക്കുന്നത് ഈ ശേഖർ കുമാറിന് ഇതുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ ഈ കേസ് ഈ കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഓഫീസിൽ നിന്ന് സമൻസുകൾ പോകുന്ന കാര്യം വിവരങ്ങൾ പുറത്തായിട്ടുണ്ട്. അതായത് ഈ പരാതിക്കാരനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ഇത് ഒത്തുതീർപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് അടുത്ത ദിവസം തന്നെ ഇ.ഡി. ഓഫീസിൽ നിന്ന് സമൻസ് വരുമെന്നാണ്. പക്ഷേ അയാളത് ഗൗരവമായി എടുത്തിരുന്നില്ല. പക്ഷേ ഇടനിലക്കാർ പറഞ്ഞ കൃത്യ ഡേറ്റിൽ തന്നെ സമൻസ് എത്തുകയും ചെയ്തത്. എങ്ങനെയാണ് ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഇടനിലക്കാർ പറഞ്ഞ ഡേറ്റിൽ തന്നെ സമൻസ് എത്തിയെന്നുള്ള കാര്യം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി പങ്കുകൊണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ തന്നെയാണ് ഇ.ഡിയുടെ തീരുമാനവും. സിജോ, അതേസമയം തന്നെ ഈ ഇ.ഡിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇവർക്ക് ബന്ധമുണ്ട്. അത് ഈ തട്ടിപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നാണല്ലോ ലഭിക്കുന്ന സൂചനകൾ. അതായത് കൂടുതൽ പേർക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ട്. ആ രീതിയിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ? കൂടുതൽ പരാതികൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പേർ ആരോപണത്തിന് വിധേയരാകുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇ.ഡി. നോട്ടീസ് അയച്ചിട്ടുള്ള 10-ലധികം കേസുകളിൽ ഇത്തരത്തിൽ ഇടനിലക്കാരായി ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിവരം ആദ്യ പരാതിയിൽ സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ വിജിലൻസ് സംഘത്തിന് പല പരാതികളും വരുന്നുണ്ട്. അത് പക്ഷേ റിട്ടൺ കംപ്ലൈൻറ്റ് എന്ന നിലയിൽ അല്ല വരുന്നത്. ഫോണിലൂടെ ആണ് പല ആളുകളും വിളിച്ച് ഇത്തരത്തിൽ പല ആളുകളും
ED ഉദ്യോഗസ്ഥരാണ്. അത്തരത്തിൽ ED ഉദ്യോഗസ്ഥരെ സമീപിച്ചാൽ ഇവരുടെ കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ വഴിയൊക്കെ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആധികാരികത പൂർണ്ണമായും ഇതുവരെയും വ്യക്തമായിട്ടില്ല. എന്തായാലും ഇത്തരത്തിൽ പരാതി നൽകുന്ന അല്ലെങ്കിൽ വിവരങ്ങൾ അറിയിക്കുന്ന ആളുകളോട് റിട്ടേണായി കംപ്ലൈന്റ് നൽകുക, അതേക്കുറിച്ച് അന്വേഷിക്കാമെന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ EDയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ ഇടനിലക്കാരായ വിൻസനും മുകേഷുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായും ചില വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഉൾപ്പെടെ പരിശോധന നടക്കുകയും ചെയ്യുകയാണ്. അതിനിടെയാണ് ഈ പറയുന്ന രഞ്ജിത്തിന്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. രഞ്ജിത്താണ് ഇതിൽ പ്രധാന കണ്ണി എന്നാണ് ഇപ്പോൾ വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇയാള് EDയുടെ തന്നെ ഫെമ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ശേഖർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഉന്നത ഉദ്യോഗസ്ഥർ അവരുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇനിയും കേസുകളുടെ എണ്ണം കൂടും. ആരോപണ വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ഉദ്യോഗസ്ഥരുടെയും മറ്റിടനിലക്കാരുടെയും എണ്ണം കൂടുന്നുള്ള കാര്യത്തിൽ